ടോപ്പ് സ്ലിപ്പിലെ ആന ക്യാമ്പിനെ കുറിച്ച് ആനപ്രേമികളും ഗജപരിപാലനവുമായി ബന്ധമുള്ളവരുമായ കുറേയേറെ മലയാളികൾ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ടോപ്പ് സ്ലിപ്പ് ആന ക്യാമ്പും അവിടുത്തെ കുറച്ച് ആനക്കേമന്മാരും ഈ ആനക്കാഴ്ചകളുടെയും ഞങ്ങളുടെ സ്ഥിരം പ്രേക്ഷകരുടെയും മനസ്സുകളിലേക്ക് ഇടിച്ചു കയറി ഇടം പിടിച്ചത് തീർച്ചയായും കൊലകൊല്ലി സംഭവത്തോടെ ആയിരിക്കും. വിതുര പേപ്പാറ വനമേഖലയിൽ ആദിവാസികളായ ജനങ്ങളുടെ ജീവനും സ്വത്തിനും തുടർച്ചയായി ഭീഷണിയാവുന്നു എന്ന ആരോപണത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്തപ്പെട്ട ആനയായിരുന്നു കൊലകൊല്ലി എന്ന കാട്ടുകൊമ്പൻ. ഒട്ടേറെ പേരുടെ മരണത്തിന് കാരണമായി എന്നാരോപിക്കപ്പെട്ട ആ ഒറ്റയാൻ്റെ ശല്യം അവസാനിപ്പിക്കാൻ അവനെ ജീവനോടെ പിടികൂടി നടപടി ദൂഷ്യങ്ങൾ മാറ്റിയെടുക്കാനും നല്ല പിള്ളയാക്കാനും നാട്ടാനയാക്കിയെടുക്കുവാനും സംസ്ഥാന ഭരണകൂടവും വനം വകുപ്പും തീരുമാനമെടുത്തു. മുന്നും പിന്നും നോക്കാനില്ലാതെ മൂക്കത്ത് ശുണ്ഠിയുമായി കാട് വിറപ്പിച്ച് കരുതുള്ളി പായുന്ന ഒരു കാട്ടുകൊമ്പൻ്റെ വിപ്ലവ വീര്യത്തിന് മുന്നിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണസന്നാഹം മുഴുവൻ ഇതികർത്തവ്യതാമൂഢരായി ബബ്ബബ്ബെ അടിച്ചു നിന്നപ്പോൾ അപ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായി ആ തമിഴ് പുലികൾ മലയാള മണ്ണിലേക്ക് രാജനട നടന്നത്. പ്രശ്നക്കാരും പ്രശ്നങ്ങളിൽ അകപ്പെടുന്നവരുമായ കാട്ടാനകളെ മർമ്മവേദികളായ കയ്യാങ്കളി പ്രയോഗങ്ങളിലൂടെ അടക്കി ഒതുക്കി അനുസരണപാതയിലേക്ക് വഴി നടത്തുവാൻ തക്ക അറിവും അനുഭവ സമ്പത്തുമുള്ള താപ്പാനകളുടെ കുലം കേരളത്തിൽ കുറ്റിയറ്റുപോയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഒട്ടൊരു ഞെട്ടലോടെ മലയാളികൾ തിരിച്ചറിഞ്ഞ ആ ദിനങ്ങളിലായിരുന്നു അവരുടെ രംഗപ്രവേശം. പണ്ട് രാജീവ് ഗാന്ധിയുടെ കാലത്ത് ലങ്കയിലെ പുലിപ്രശ്നത്തിന് പരിഹാരം തേടി ഇന്ത്യയിൽ നിന്നും ചെന്നിറങ്ങിയ ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സിനെ പോലെയായിരുന്നു ആ ഉഗ്ര പ്രജാപതികളുടെ പടപ്പുറപ്പാട്. ചീഫ് ഫോറസ്റ്റ് ഓഫീസർ പന്നീർ സെൽവം എന്ന സർവ്വസൈന്യാധിപൻ്റെ നേതൃത്വത്തിൽ ടോപ്പ് സ്ലിപ്പ് ക്യാമ്പിൽ നിന്നും ഏതാനും ആനകളും അവരുടെ പാപ്പാന്മാരും ഡോക്ടർമാരും ഉൾപ്പെടുന്ന സംഘം കൊലകൊല്ലി ഓപ്പറേഷനായി എത്തിച്ചേർന്നപ്പോഴാണ് നമ്മൾ അന്നാദ്യമായി അവരുടെ മഹത്വം തിരിച്ചറിഞ്ഞത്. സൊന്നാൽ സൊന്നത് ശൈവവും എന്ന ആദർശവാക്യം രക്തത്തിൽ അലിയിച്ച് ചേർത്ത കലീമും നഞ്ചനും കപിൽദേവും പല്ലവനും ഉൾപ്പെടുന്ന ആ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് പറഞ്ഞതുപോലെ കൊലകൊല്ലി എന്ന വിപ്ലവ തീപ്പന്തത്തെ പിടിച്ച് കൂട്ടിലടച്ച് കൂളായി കയ്യും തൂത്ത് ഞാൻ ആണയിട്ടാൽ അത് നടന്നു വിട്ടാൽ എന്ന പഴയ MGR പാട്ടും പാടി സ്റ്റൈലായിട്ട് തിരിച്ചു പോയപ്പോൾ അന്നേ മനസ്സിൽ ഉറപ്പിച്ചതാണ് എന്നെങ്കിലും ഒരു നാൾ ഈ വില്ലാതി വില്ലന്മാരുടെ മട തേടി ചെല്ലണമെന്ന്. അതെ, ടോപ്പ് സ്ലിപ്പ് ആനക്യാമ്പും കോയമ്പത്തൂർ ജില്ലയിൽ ഉൾപ്പെടുന്ന ഈ വന്യജീവി സംരക്ഷണ കേന്ദ്രവുമെല്ലാം ഇന്ന് രാജീവ് ഗാന്ധി നാഷണൽ ടൈഗർ റിസർവ് ഫോറസ്റ്റിൻ്റെ ഒരു ഭാഗമാണ്. ട്രക്കിംഗ്, വന്യജീവികളെയും വനവിഭവങ്ങളെയും നേരിൽ കണ്ടുകൊണ്ടുള്ള വാഹനയാത്ര, ഒട്ടേറെ താപ്പാനകളുടെ അംഗക്കളരിയായ ആനക്യാമ്പ് സന്ദർശനം, വന്യജീവികളുടെ ഒത്ത നടുവിലായെന്ന പോലുള്ള ട്രീ ടോപ്പ് ഹൗസുകളിലെ താമസം, അങ്ങനെ സന്ദർശകർക്കായി ഒട്ടേറെ മികച്ച പാക്കേജുകളാണ് ടോപ്പ് സ്ലിപ്പ് ക്യാമ്പിൻ്റെ അധികൃതർ കാത്തുവച്ചിരിക്കുന്നത്. And last time, 2-3 years back, you are also come to our Kerala for the Kologolli
capturing. What would be the experience you were in the capturing Actually- wild elephant capturing? Actually, it's a totally different experience because that elephant is not tied with any ropes or chains. Without chains and ropes, we captured that Kolakuli with the help of our Kunki, mainly this Kalim. Mainly and he was the hero. he is at that time, not only that time, he is the hero. Always he is the Always he is the hero in the capturing Kunki operations, capture. Kunki operations, because heavy weighter and the best Kunki in Asia. Most- In Asia, Oh. the best Kunki in Asia. So this animal is obey nearly 40 to 60 commands. 60 commands. Commands. He can manage any type of wild animals, wild type of tuskers, wild any wild tuskers. Up to this moment, there is no such a moment of disaster or failure for him. No failure for this Kalim. Kalim. Is see the Yeah. it's very It's a sensitive, very sensitive and very very sensitive, aggressive, and it very will sport react. You can see the eyes. You can see the while it's now it's Little must it's a must period. It's now calm. Calm. If you are going very close to the animal, it will react through the eyes.